ഞാൻ പാടിപ്പാടി പറഞ്ഞതാ പൈലിമൂപ്പാ പോകല്ലേ. ഇപ്പൊ എന്തായി? അവന്മാര് ചില്ലറക്കാരല്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? പിന്നെ എന്താ, പരമ്പരാഗതമായ ഈ വടിയുള്ളത് കാരണം നീയും ഞാനും രക്ഷപ്പെടുന്നു. മനസ്സിലാക്കിക്കും. നമസ്കാരം. ആ സോടക്കാരം ആരത്? അവന്മാരിൽ ആരെങ്കിലും ആയിരിക്കാൻ വേണ്ടിയുള്ളൂ. കണ്ടിട്ട് എനിക്ക് സംശയം തോന്നുന്നു. ഞാനാണ് കവി. സഹോദരി, മനുഷ്യൻ തന്നെയാ. എന്റെ പേര് കവി ദിനകരൻ, ദിഗ്വിജയം ദിനകരൻ. അയ്യോ, കവി സാറാണോ? ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈയിടെയായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആളകത്തേക്ക് വിടാറുള്ളൂ. രാജൻ സാറ് പറഞ്ഞു കവി സാറ് വരുമെന്ന്. രാജൻ എന്റെ ഒരു പൂർവ്വകാല സുഹൃത്താണ്. അടി അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ ചരടിൽ ഓർത്തിണക്കപ്പെട്ട രണ്ട് കണ്ണികളാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെയാണല്ലേ. ഞാനമ്മേ, സാറിന് റൂം ഇവിടെ നിന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്ക്. നോ നോ നോ. ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ കഴിയാൻ ഞാൻ ഒരുക്കമല്ല. ഒരു പറവയുടെ ലാഘവത്തോടെ പ്രപഞ്ചത്തിൽ മേഞ്ഞു നടക്കാനാണ് എനിക്കിഷ്ടം. അയ്യോ, ഇനിയിപ്പൊ മേഞ്ഞു നടക്കണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടാണല്ലോ സാറേ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പമ്മി എരുമിയൊക്കെ മേഞ്ഞു നടക്കില്ലേ, അതുപോലെ സാറിന് മേഞ്ഞു നടക്കണം അല്ലേ സാറേ? ഞാനമ്മ ഇതിന് സ്വല്പം പട്ട, നീ അകത്ത് പോയിട്ട് എന്തോ പറഞ്ഞേ? അപ്പൊ സാറിന് ഈ സഞ്ചും ഇതെല്ലാം ഒക്കെ തൽക്കാലം സാറിന് വേണ്ടേ? ഔട്ട് ഹൗസ് ഇല്ലേ ഇവിടെ? കൊള്ളില്ല സാറേ, അവിടെ ഈ ബെഡും തലേണിയും ഒന്നുമില്ല. പാടില്ല. വെറും നിലത്ത് പുൽപ്പായ വിരിച്ച് തലയണയില്ല മണ്ണിന്റെ മണമുള്ള കവിതകൾ വരൂ. മണ്ണിന്റെ മണം വരണമെങ്കിൽ സാറ് ഈ മാണത്തിനകത്ത് കയറി കിടന്നാൽ മതി, എന്നാ മണ്ണിന്റെ മണം വരും. സാറ് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ അത് പറയണം. പുതിയ നല്ല ഒന്നാന്തരം വണ്ടി ഇന്നലെ ചേട്ടൻ ഓടിച്ചു നോക്കിയിട്ടാ അതിവിടെ കൊണ്ടിട്ടത്. അപ്പോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ രമേ? ഇത് നമ്മോട് വിരോധമുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടവര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് രമേ. യന്ത്രമല്ലേ, എവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കൂ. എന്റെ മുറിയുടെ പുറത്ത് ആരോ ഉണ്ട്. ജനലിൽ കൂടെ അവർ തുറച്ചു നോക്കുന്നു. ഇവിടെ ആര് വരാനാ? നിനക്ക് തോന്നിയതാ? അല്ല, ഞാൻ കണ്ടതാ. വരൂ ചേട്ടാ. ചേട്ടാ, ഇവിടെ നിന്നാണ് അവര് നോക്കിയത്. ശരി, ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. രമയ്ക്ക് വലിയ പേടിയാണല്ലേ? സത്യമായിട്ട് ഞാൻ കണ്ടതാ ചേട്ടത്തി. സ്വപ്നത്തിലായിരിക്കും. അവിടെ എങ്ങും ആരുമില്ല രമേ, നീ കിടന്നുറങ്ങിക്കോ. ഇനി അവര് വന്നാൽ? ആരും വരില്ല. ഇത്രയും നാൾ നീ ടൗണിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോ പേടി തോന്നുകയാണ്. ധൈര്യമായിട്ട് കിടന്നുറങ്ങും. വേണമെങ്കിൽ ഭവാനിയും ഇങ്ങോട്ട് അയക്കാം. കൂട്ടുകിടക്കാൻ ആളായല്ലോ. നീ വാ.
പേടിച്ചാ പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോളൂ. സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭൂതിയാണ്. ഏകാന്തമായി കാട്ടുപ്രദേശവും സുന്ദരമായ ടൂറിസ്റ്റ് ബംഗ്ലാവും. എത്ര മനോഹരം. അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നവരെ എന്റെ കൂടെ താമസിക്കാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. 2 ദിവസം കൊണ്ട് സാറിന് കവിത എഴുതാൻ പഠിക്കാം, മാത്രമല്ല കൂട്ടുകാരന്. അതെ, നീ ഇപ്പൊ എങ്ങോട്ടാ? എന്റെ പുതിയ എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്, അത് നന്നാക്കിയിട്ട് വേണം അങ്ങോട്ട് താമസം മാറ്റാൻ. സാറേ, ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി. ആ ബംഗ്ലാവിലെ അവന്മാരെ കുറിച്ച് ഇനിയും കുറെ കഥകളുണ്ട്. എനിക്കത് മുഴുവൻ കേൾക്കാൻ സമയമില്ല. പറ്റുമെങ്കിൽ ഇവനൊന്ന് പറഞ്ഞു കൊടുക്ക്, കവിത എഴുതാൻ ഒരു പ്രചോദനം കിട്ടട്ടെ. വരട്ടെ. ഞാനിപ്പോൾ എന്റെ പുതിയ പണിപ്പുരയിലാണ്. ഇവിടെ അടുത്ത് ഒരു കല്ലോലിനുണ്ട് അത്രേ. ആ കുമാരനേരെ മകളാ. പടർന്നു അതിലിറങ്ങി ഒന്ന് നീരാടിയിട്ട് വേണം എന്റെ കാടിന്റെ ഗാഥ എന്ന ഖണ്ഡകാവ്യം പൂർത്തിയാക്കാൻ. നിന്റെ കാടിന്റെ ജാഥ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാനിങ്ങെത്താം. ശരി, പോയിട്ട്. മോഷ്ടാവേ. സാറേ, സാറ് എത്ര കാലമായി കവിത എഴുതാൻ തുടങ്ങിയിട്ട്? ഞാൻ കൂട്ടക്ഷരം എഴുതാൻ പഠിച്ച കാലം മുതൽ കവിത എഴുതാൻ തുടങ്ങി. സാറ് യക്ഷിയെ പറ്റി കവിത എഴുതിയിട്ടുണ്ടോ? യക്ഷി? അങ്ങനെ ഒരു സാധനമില്ല മിസ്റ്റർ. ഉണ്ട് സാറേ. ഇല്ലെന്നേ. ഉണ്ട്. ഇല്ല. ഉണ്ട്. അത് തന്നെ പോലുള്ള വിദ്യാഭ്യാസമില്ലാത്ത അധക്കള വർഗക്കാർക്ക് തോന്നുന്നു. ആരത്? അതാ ഇവിടെ അതെ. ആരുമില്ലല്ലോ. സാറേ, 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 ഞാനാ യക്ഷി എന്ന് പറഞ്ഞ സാറില്ല സാറേ. ഞാനാ വിദ്യാഭ്യാസം ഇല്ലാത്തത്, അധകൃത വർഗം. എഴുന്നേൽക്ക് സാറേ. സാറേ, കഴിയോ സാറേ, എഴുന്നേൽക്ക്. വെള്ളം തരാം, സോഡ വാങ്ങിച്ചു തരാം. സാർ, മനസ്സിലായില്ല. ഇവിടുത്തെ മേസ്ത്രിയാണ്. അപ്പു പറഞ്ഞിരുന്നില്ലേ? മേസ്ത്രി, രാവും പകലും പണിയെടുത്താലും വേണ്ടില്ല, ബംഗ്ലാവിന്റെ പണി ഉടനെ തീർക്കണം. രാത്രിയിൽ ജോലി ചെയ്യാൻ ഇവിടെ ആരും വരില്ല സാർ. അതെന്താ? ഇവിടെ രാത്രി വരാൻ ആളുകൾക്ക് പേടിയാ. ഓഹോ, ശരി. എത്ര ജോലിക്കാരെ വേണമെങ്കിലും വെച്ചോളൂ, എനിക്ക് ഉടനെ ഇങ്ങോട്ട് താമസം മാറ്റും. ഞാൻ ഈ എസ്റ്റേറ്റ് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. മേസ്ത്രി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും സാർ. സാർ, യക്ഷിപ്പാറയ്ക്ക് അടുത്തേക്ക് പോകണ്ട സാർ.
അതെന്താ? പൈലുമൂപ്പനെ പോലെ പലരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമല്ല. ഈ എസ്റ്റേറ്റിനെ കുറിച്ചും യക്ഷിപ്പാറയെ കുറിച്ചും ഒരുപാട് കഥകളുണ്ട് സാർ. കഥയോ? എന്ത് കഥ? ഈ എസ്റ്റേറ്റ് സാറ് വാങ്ങുന്നതിന് മുമ്പ് നീലമല എസ്റ്റേറ്റിലെ ഭാസ്കരമേന്റെ അച്ഛൻ്റെ വകയായിരുന്നു. അദ്ദേഹത്തെ കബളിപ്പിച്ചാണ് ഈ എസ്റ്റേറ്റ് ഇതിനു മുമ്പുള്ള ഉടമസ്ഥൻ കരസ്ഥമാക്കിയത്. ഈ മലമ്പ്രദേശത്തെ കാട്ടുജാതിക്കാർക്ക് മേനോന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു സാർ. ഈ എസ്റ്റേറ്റ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരും പലതും ചെയ്തു സാർ. എന്നിട്ട് കാട്ടുമൂപ്പനും മുതലാളിയും തമ്മിൽ വഴക്കായി. യക്ഷിപ്പാറയ്ക്ക് അടുത്ത് വെച്ച് കാട്ടുമൂപ്പനെയും കുടുംബത്തെയും മുതലാളി കശാപ്പ് ചെയ്തു. അവരുടെ പ്രേതങ്ങൾ മുതലാളിയുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായി കൊന്നു പകവിട്ടി. ഇളയ മകൻ മാത്രം രക്ഷപ്പെട്ടു ഓടി. അദ്ദേഹമാണ് സാറിന് ഈ എസ്റ്റേറ്റ് തന്നത്. ഈ പ്രദേശത്തുകാരും ഈ എസ്റ്റേറ്റ് വാങ്ങാതിരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് സാർ. യക്ഷിപ്പാറയിലേക്ക് പോകുന്നവരെല്ലാം ഈ പ്രേതങ്ങൾ കൊല്ലും. പൈലുമൂപ്പനെയും കൊന്നത് അവരാ. അതിന്റെ പിന്നിൽ പ്രേതങ്ങളാവണമെന്നില്ലല്ലോ. കാട്ടുമൂപ്പിന്റെയും കുടുംബത്തിന്റെയും പ്രേതങ്ങളെ കണ്ടവരുണ്ട് സാർ. എന്തോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ വീടിന് ചുറ്റും എന്തൊക്കെ അപശകനങ്ങളുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെ നോക്കൂ. പക്ഷെ ചേട്ടനും ചേട്ടത്തിയും പറയുന്നത് അതൊക്കെ തോന്നലാണെന്നാ. എനിക്ക് കുഞ്ഞിനെ വിശ്വാസമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, പിന്നെങ്ങനെ തോന്നലാവുക? ചേട്ടൻ പിന്നെന്താ പോലീസിൽ അറിയിക്കാത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അതിശയം. പോലീസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ദേഷ്യം. ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. ചേട്ടത്തിയാ വന്ന് മുടക്കിയത്. വേണ്ട വേണ്ട, അതിനിപ്പോ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കറിഞ്ഞൂടാഞ്ഞിട്ടാണ്. അവൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളാണ്. പട്ടണത്തിൽ പഠിച്ചു വളർന്നവൾ. പട്ടണത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് രമയെ പറ്റി പറയാ. ഐ എം സോറി. എന്റെ മുറിയിൽ ഒരാൾ വന്നു. എന്നിട്ട് എവിടെ? അയാളെ ഞാൻ മുറിയിലിട്ട് പൂട്ടിട്ടുണ്ട്. വാ.
ആരുമില്ലല്ലോ. ഇല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി ഇതൊരു തരം വട്ടാണെന്ന്. നിനക്ക് എന്ത് പറ്റി രമേ? ചേട്ടാ, പോട്ടെ, സാരമില്ല. സാരമുണ്ട്. എല്ലാം ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇവിടെ ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ചേട്ടത്തി, കഴിയുന്ന വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. വേണ്ട വേണ്ട, എനിക്കൊരു തകരാറുമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? നിന്റെ പ്രവൃത്തി കണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ല ചേട്ടാ, എനിക്കൊന്നുമില്ല. എന്നാ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാൻ കുറച്ച് പിലിച്ചു തരാം, അത് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഇനി ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഓടി വരരുത്. ആ, പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളൂ. ജോലിക്കാർക്ക് വേണ്ടതെല്ലാം കൊടുത്തോളൂ. ശരി, ഞാൻ നാളെ രാവിലെ വരാം. സാറാണോ? ഞാനമ്മ വീട്ടിലേക്ക് പോയി. കവിസാറാണ് റൂം അടച്ച ഒറ്റ കിടപ്പാ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. സാറേ, ഞാനേ അയ്യോ എന്റെ പൊന്നു സാറേ, ഉണ്ടായിരടാ, പോയി കഥ ഓർക്ക്. എന്റെ പൊന്നു സാറേ, ഇന്ന് വെള്ളിയാഴ്ച. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്, പോയി കഥ ഓർക്ക്. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ചെയ്യണ കൊണ്ടാ പഠിക്കട്ടെ. തുറക്ക് തുറക്ക്. അതിനൊന്നും കൂടി നീക്കി വെച്ചാ തുറക്കായിരുന്നു. തുറക്ക്.
എന്റെ ഗുരുവായൂരപ്പ. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. പേടിക്കണ്ട, ഞാനാണ്. കരയരുത്. വീട് എവിടെയാണെന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയി വിടാം. No, no, no. എടാ ഉശിര, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ആ അങ്ങനെ പതുക്കെ അവിടെ നടക്ക്, അവിടെ നടക്ക്, നടക്ക്. അയ്യോ, എടോ ഈ നീലമല സ്റ്റേറ്റ് എവിടെയാ? അത് കിഴക്ക, ഒരുപാട് പോണം. ഈ കുട്ടി അവിടുത്തെയാ? അവിടെ കൊണ്ടാക്കിയാൽ എന്താ? വേണ്ട സാറേ, ഇത് അവിടെയുള്ളതല്ല. അത് നിനക്കെങ്ങനെ അറിയാം? സാറ് ഇതിന് വീടില്ല. പിന്നെ ഇത് സാധനം വേറെയാ. യക്ഷിയാ, പനമ്പല താമസം. ചൊവ്വ വെള്ളി, കറുത്ത വാവ് വെളുത്ത വാവ് എന്നീ ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ പാഴ പൂത്തോ സ്ഥിരം അതിന്റെ ചുവട്ട് താമസം. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവളുടെ വീട്ടുകാരെ വിവരം അറിയിക്കാനാണ് ഞാൻ ചോദിച്ചത്. വീട്ടുകാരെ വിവരം അറിയിക്കണമെങ്കിൽ സാറ് പനമ്പ് കയറേണ്ടി വരൂ. യക്ഷിക്ക് എവിടെയാ സാറ് വീട്? തന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാവിലെ ആ കുട്ടിക്ക് ബോധം തെളിയുമ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം. അതിന് രാവിലത്തേക്ക് നമ്മൾ ഉണ്ടെങ്കിലല്ലേ. ടൂറിസ്റ്റ് ഹോമിന്റെ മുമ്പിൽ കുറെ നഖവും മുടിയൊക്കെ കിടക്കുന്ന കാണാം. മതി മതി, താൻ എനിക്ക് കിടക്കാൻ ഒരു മുറി തുറന്നതാ. ഞാനമ്മ, എനിക്ക് കിട്ടണ്ട് കിട്ടിയടി. നിന്നൊന്ന് കണ്ടിട്ട് മരിക്കാനുള്ളൊരു യോഗമുള്ളു. അയ്യോ സാർ, അവിടെ ഭയങ്കര ചൂട്. ഇവിടെ ഫാൻ ഇട്ടുണ്ടല്ലോ. സാറിന് പേടിയുണ്ട് ഞാൻ അവിടെ കിടക്കാം? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുറി തുറക്കണോ? വേണ്ട, ഞാൻ പോയിക്കോളാം അവിടെ. അയ്യോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡ്രസ്സ് മാറാൻ എൻ്റെ അടുത്ത് സാരിയും ബ്ലൗസും ഒന്നുമില്ല. തൽക്കാലം അത് എടുത്തോളൂ. താങ്ക്സ്. ഭാസ്കരമേനന്റെ അനിയത്തിയില്ലേ? അതെ. ആ, ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. ശരി. മണി 7 കഴിഞ്ഞ്. ഇനിയും അവൾ ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. പാച്ചറ ജോലിയും കുക്കറ ജോലിയും എല്ലാം ഞാൻ തന്നെ ചെയ്യണം പണ്ടാരടങ്ങാൻ. സാറിന്നലെ എവിടെയല്ലല്ലോ കിടന്നത്. പകലല്ലേ യക്ഷി പനമ കയറിയുണ്ടാവും. എന്തായാലും പോയി നോക്കുക, വിധി പോലെ വരും. ഭഗവാനെ, സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കാര്യം എന്തൊക്കെയാണെങ്കിലും സാറേ, മര്യാദയുള്ള യക്ഷിയ. കൊന്നില്ലല്ലോ. പകലായി പനമ കയറി. ഇനി സാറിന് സംശയമൊന്നുമില്ലല്ലോ. സാർ ഒട്ടും സംശയിക്കേണ്ട, യക്ഷി തന്നെയാ. ഓ, പഞ്ചസാര ഇട്ടില്ല. സാറേ, എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. ലക്ഷണം കണ്ട അപ്പൂന് അപ്പം മനസ്സിലാവും. എന്റെ അച്ഛനാണ് സത്യം. അതെനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാ. സാറേ, ഞാനൊരു കാര്യം പറയാ. ഈ യക്ഷി ഉണ്ടല്ലോ, കഴുത്തിൽ കടിച്ച ഒരൊറ്റ വഴിയ. പിന്നെ ദേഹത്തിൽ ഒരു തുള്ളി രക്തം ഉണ്ടാവില്ല. അതിലും പോയല്ലോ, സമാധാനായി. ഇനിയെങ്കിലും ഈ അപ്പു പറയുന്നത് സാറൊന്ന് വിശ്വസിക്കണം, ഒന്ന് അനുസരിക്കണം. കാപ്പി. എന്താ സാറേ കാപ്പി? എന്താ സാറേ ഈ കൊച്ചു കുട്ടികളുമാരി ഇങ്ങനെ പിണങ്ങുന്നത്? ഓ, ഇന്നലെ അപ്പു പറഞ്ഞ അനുസരിച്ചില്ലല്ലോ എന്നൊരു വിഷമം കാണും. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല വെച്ചാൽ അങ്ങോട്ട് മറക്കണ്ടേ? ഇതാ കാപ്പി. അപ്പൊ നേരെ, ഞാൻ യക്ഷിയല്ല. നീലമല എസ്റ്റേറ്റിലെ ഭാസ്കര മേനോന്റെ അനിയത്തിയാണ്. എന്റെ ഭഗവാനെ, ഞാൻ എന്റെ വഴി എടുത്തില്ലല്ലോ. ആ കാലൊന്ന് കാണിച്ചാൽ നോക്കട്ടെ. ഭൂമി തന്നെയാണ് നോക്കട്ടെ. പൊക്ക്. ആ മതി, ഭൂമി തന്നെ. ഏത് എസ്റ്റേറ്റിൽ എവിടെയായാലും എനിക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ പോവാ.